എന്തിനാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത് അനുസരിക്കുന്നത്? എന്തിനാണ് ഖുർആൻ സ്വീകരിക്കുന്നത്? എന്തിനാണ് ഹദീസുകൾ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി നമുക്കൊരു മടക്കമുണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇവിടെ സ്ഥിരമായി താമസിക്കാൻ വന്നവരല്ല. നമ്മൾ ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോകും. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പദമാണ് ഇസ്തിർജാഇന്റെ വാചകം എന്ന് പറയും. അറബിയിൽ ഇസ്തിർജാഇന്റെ വാചകം. എന്താണ് ഈ ഇസ്തിർജാഇന്റെ വാചകം എന്ന് പറഞ്ഞാൽ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാണ് ഇസ്തിർജാഇന്റെ വാക്ക്. നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ പദം. ഒരു മരണ വാർത്ത കേൾക്കുമ്പോൾ, ഒരു ദുരന്തത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ വളരെ ആത്മാർത്ഥമായി പറയുന്ന വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ അതിന്റെ അർത്ഥം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ നിന്നിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ നിന്നിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു മരണവാർത്ത കേട്ടാൽ നമ്മൾ പറയുന്ന വാചകം എന്താ? പടച്ചോനെ, ഞങ്ങൾ നിന്നിൽ നിന്ന് വന്നവരാണ്, ഞങ്ങൾ നിന്നിലേക്ക് തന്നെ മടങ്ങുന്ന ആളുകളാണ്. നമുക്കൊരു മടക്കമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമീപത്തേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 156-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞത് അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ, അവർക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ അവരെന്തു പറയും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങാനുള്ളവരാണ്. വിശ്വാസികളായ ആളുകൾ പറയുന്ന വാചകാണിത്. ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആ ദിവസത്തെ, അഥവാ മരണത്തിനപ്പുറമുള്ള ദിവസത്തെ നിങ്ങൾ പേടിക്കണം, ഭയപ്പെടണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്ക് കാണാം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. എങ്ങനെ ആയത്ത് തുടങ്ങുന്നത്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, വത്തഖൂ നിങ്ങൾ സൂക്ഷിക്കണം, യൗമൻ ഒരു ദിവസത്തെ, തുർജഊന ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ. അപ്പൊ നോക്കൂ നിങ്ങൾ, നമുക്കൊരു മടക്കമുണ്ട്. നമ്മളെല്ലാവരും മടങ്ങിപ്പോകേണ്ട ആളുകളാണ്. ആ മടങ്ങിപ്പോകുന്ന ദിവസത്തെ, അള്ളാഹുവിലേക്ക് നമ്മൾ ചെല്ലുന്ന, മടങ്ങി ചെല്ലുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ പേടിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. ആ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞു നമ്മളോട്. മരണത്തിന്റെ അപ്പുറമുള്ള ലോകത്തേക്ക് വേണ്ടി ഈ ദുനിയാവിൽ വെച്ച് ഒരുങ്ങണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ മനുഷ്യന്മാരും നോക്കട്ടെ, ഓരോ മനുഷ്യന്മാരും ആലോചിക്കട്ടെ, നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് എന്ന്. നോക്കൂ നിങ്ങൾ, നമ്മൾ മടങ്ങിപ്പോകുന്ന, അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുന്ന ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ, തയ്യാറാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ ഖുർആൻ നമുക്കുള്ളതാണ്. ഈ ആയത്തുകൾ നമ്മളോടാണ് പറയുന്നത്. നമുക്കൊരു മടക്കുണ്ട്, നമ്മൾ മരിക്കും, അത് ഉറപ്പാണ്.